ചെക്ക് പോസ്റ്റുകളിലെ അഴിമതിക്ക് കൂച്ചുവിലങ്ങിട്ട് മോട്ടോർ വാഹന വകുപ്പ്. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കാൻ ഗതാഗത കമ്മീഷണർ പുതിയ മാനദണ്ഡമിറക്കി. ചെക്ക് പോസ്റ്റുകളിൽ നിലവിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും പിൻവലിക്കും. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ നടക്കുന്ന അഴിമതി മോട്ടോർ വാഹന വകുപ്പിന് കാലങ്ങളായുള്ള തലവേദനയാണ്. വരുമാന നഷ്ടം ഭയന്നാണ് ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കിയിട്ടും കേരളം നടപ്പിലാക്കാത്തത്. കഴിഞ്ഞ മാസവും വിജിലൻസ് റെയ്ഡിൽ ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് അനധികൃത പണം പിടിച്ചിരുന്നു. ഇതോടെയാണ് ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിപ്പിക്കാൻ പുതുക്കിയ മാനദണ്ഡമിറക്കിയത്. ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ച് ഇനി ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള ചുമതല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർക്കാണ്. ചെക്ക് പോസ്റ്റിൽ ഒരു MVI, ഒരു AMVI, ഒരു ഓഫീസ് അറ്റൻഡ് എന്നിവരെ മാത്രമേ നിയമിക്കൂ. ഒരു ഉദ്യോഗസ്ഥന് 15 ദിവസം മാത്രം പോസ്റ്റൽ ഡ്യൂട്ടി നൽകും. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ ഇനി ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കൂ. നികുതി വെട്ടിക്കുന്ന വാഹനങ്ങളെ അതിർത്തിയിൽ പിടികൂടുന്നതിനു പകരം മറ്റിടത്ത് വെച്ച് പിടികൂടി പിഴയിടണം. ചെക്ക് പോസ്റ്റുകളിൽ നിരന്തരം എൻഫോഴ്സ്മെന്റ് RTO പരിശോധന നടത്തണമെന്നും ഗതാഗത കമ്മീഷണർ CH നാഗരാജു ഇറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.